കാണുന്നുണ്ടാകും, രാഷ്ട്രീയത്തിൽ മാത്രമാണ്. യേശുവുണ്ടാകും, അദ്ദേഹം ഇടപെട്ടത് മതരംഗത്ത് മാത്രമാണ്. എന്നാൽ രണ്ട് രംഗത്തും സുപ്രീംലി സക്സസ്ഫുൾ ഓൺ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ ലെവൽ, മതരംഗത്തും മതേതര രംഗത്തും ഒരുപോലെ പ്രശോഭിച്ച ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതുകൊണ്ട് പിന്നീട് വന്ന ഓരോരുത്തരും പറഞ്ഞു ലോകത്ത് നിങ്ങൾ ഉള്ള സർവ്വ അളവുകോൽ കൊണ്ടും അളന്നു നോക്കൂ, സർവ്വ അളവുകോൽ കൊണ്ടും അളന്നു നോക്കൂ. As regard all standard by which human greatness may be measured, നിങ്ങൾ കണക്കാൻ പറ്റുന്ന സർവ്വ അളവുകോൽ കൊണ്ടും അളന്നു നോക്കിയാലും we may well ask, in there any man greater than he, മുഹമ്മദിനേക്കാൾ, മുഹമ്മദ് റസൂലിനേക്കാൾ മഹത്വമുള്ള ഒരാളെ അളന്നു തരാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അളന്നുതാ. ലോകത്ത് നിങ്ങൾക്കുള്ള സർവ്വ അളവുകോലും ഉപയോഗിച്ച് മുഹമ്മദ് നബിയേക്കാൾ ഉന്നതരായ ഒരു വ്യക്തിത്വത്തെ അളന്നുതാ എന്ന് ലോകത്തോട് വെല്ലുവിളിച്ച് ചോദിച്ചത് മുസ്ലിങ്ങളല്ല ഈ ചോദ്യം ഉന്നയിച്ചത്. നേരെ മറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹിയെ പഠിച്ച മുഴുവൻ ആളുകളും ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മാനവ മഹത്വം അളക്കുന്ന സർവ്വ മാനദണ്ഡങ്ങളും ഉപയോഗിച്ച്, സർവ്വ ഉപകരണങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ അളന്നു നോക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അപ്പോ ദീൻ സ്വീകരിക്കുമ്പോൾ രണ്ടാം തരമല്ല, നേരെ മറിച്ച് ഒന്നാം റാങ്കിലേക്ക് നിങ്ങൾ കയറി നിൽക്കും, ലോകോത്തര വ്യക്തിത്വങ്ങളിലേക്ക് നിങ്ങൾ കയറി നിൽക്കും. ആ ലോകോത്തര വ്യക്തിത്വങ്ങളിലേക്ക് കയറി നിൽക്കുന്ന തരത്തിലുള്ള സർവ മാനദണ്ഡങ്ങളും അല്ലാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നു. അത് സ്വീകരിച്ച് സമൂഹത്തിൽ ദഅവത്ത് നടത്തലാണ് നമ്മുടെ ബാധ്യത. അവനാ മുജാഹിദ്, അവനാ സലഫി എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തി തരും സർവ്വ സംവിധാനങ്ങളെ. നമ്മൾ വിചാരിക്കും നമ്മൾ ആളെണ്ണത്തിൽ കുറവായിരിക്കും, പക്ഷേ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാ, നമ്മള് കെൽപ്പുള്ളവരാ. നമ്മളിത് കാണുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ സമസ്തയോളം ആൾബലമുണ്ട് നമുക്ക് ഉണ്ടോ? കേരളത്തിൽ ഇല്ല. സമസ്തയും അത്ര ആൾബലം ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് പല മഹല്ലുകളിലും അവർ കയറും. ആ മഹല്ലുകളെ സമസ്തയെ അവർ പ്രഖ്യാപിക്കും. അങ്ങനെയാണ്, ആ ഒരു സംവിധാനം ഉണ്ട്. പക്ഷേ ഒരു ബർക്കത്തുണ്ടോ അവർക്ക്? ഇല്ല. ബർക്കത്തുണ്ടാവൂല എന്ന് പറഞ്ഞാരാ? സമസ്തയുടെ നേതാവ് തന്നെയാണ്, ശംസുൽ ഉലമ തന്നെയാ പറഞ്ഞത്, മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ശാരിയായ റബ്ബിന്റെ കോപത്തിന് വിധേയരായവരാണ് സമസ്ത എന്ന് പാടിയത് അവരുടെ പ്രസിഡന്റ് ആയിരുന്ന ശംസുൽ ഉലമ തന്നെയാണ്. മനസ്സിലാക്കണം. കേരള ജംഇയ്യ, ബാങ്കും അതുപോലെ ഇൽമും അതുപോലെ ജുമുഅയും ജമാഅത്തും സർവ്വതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കൊണ്ട് ഉയർത്തപ്പെട്ടു എന്ന് പാടിയതും ശംസുൽ ഉലമ എന്ന് അവർ വിളിക്കുന്ന അവരുടെ നേതാവ് തന്നെയാണ്. അപ്പൊ ആ നിലക്ക് എല്ലാ നിലക്കും വലിപ്പമൊക്കെ പറയെങ്കിലും ആ നിലക്കുള്ളൊരു കോം മനസ്സിലാക്കണം. പക്ഷേ ഏറ്റവും അധികം അവരുണ്ടായതുപോലും എന്തിനാണ്? സമസ്ത എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായതുപോലെ എന്തിനാ? മുജാഹിദ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനാണ്. വഹാബിസം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്, ഒരു കോത്താമ്പി പോലെ ഇതിനെ അവതരിപ്പിച്ചിട്ടാണ് അവരിറങ്ങിയത്, അല്ലേ? ഇപ്പോ 100 വർഷമായി എന്ന് പറഞ്ഞ സമ്മേളനം നടത്താനിരിക്കുമ്പോ മനസ്സിലാക്കണം അവരെവിടെ നിൽക്കുന്നത്. ഇന്ന് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, നമുക്കറിയാം വഹാബി പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ആളുകൾ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെ തോളിലേറ്റുന്ന കാലാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ തോളിലേറ്റുന്ന കാലാണ്. 90കളിൽ വാഴക്കാട് നടന്നൊരു ഗണ്ണന പ്രസംഗം നമുക്കറിയാം. ബഹുമാന്യ അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹം ഇവിടുന്ന് ഇപ്പൊ പോയിട്ടേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗണ്ണന പ്രസംഗം, വാഴക്കാട് ഗണ്ണന പ്രസംഗം എന്ന പേരിൽ അറിയപ്പെട്ട പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയുമായി നടത്തിയ വാദപ്രതിവാദം, ഗണ്ണന പ്രസംഗം പ്രസിദ്ധാണത് 90കളിൽ. അന്നത്തെ വലിയ വിഷയം എന്തായിരുന്നു? ഇബ്നു തൈമിയ ആള് പോക്കാൻ, ഫീ അഖ്ലിഹി ശൈഉൻ, അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വരെ പ്രസംഗിച്ച ആളാണ് പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി. അദ്ദേഹത്തിന് തലയിൽ എന്തോ കുഴപ്പമുണ്ട്. ആർക്ക്? ഇബ്നു തൈമിയക്ക്. ആ ഇബ്നു തൈമിയയെ സംബന്ധിച്ച് വളരെ മോശമായിട്ട് ആ 90കളിൽ പ്രസംഗിച്ചതെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, കൊണ്ടോട്ടിയിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു ഇന്റർവ്യൂവിൽ അതേ പേരോട് തന്നെ പറയുന്നു. എന്ത്? അതേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്ത് മരിച്ച ആളാണ്, തൗബ ചെയ്ത് മരിച്ച ആളാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഇല്ലാത്ത പ്രശസ്തിയൊന്നുമില്ല. അദ്ദേഹത്തെ നന്നായി എതിർത്ത ആളാണ് ഇബ്നു ഹജർ ഹൈതമി. ആ ഇബ്നു ഹജർ ഹൈതമിയെ കുറിച്ച് ഒരുപാട് ആക്ഷേപമുണ്ടെന്നാണ് ആര് പറയുന്നത്?
പേരോട് പറയുന്നത്. മാത്രമല്ല വാഴക്കാട് ഖണ്ഡന പ്രസംഗം നടക്കുമ്പോ അബ്ദുറഹ്മാൻ സലഫി എടുത്തുകൊണ്ടുവന്നൊരു ഗ്രന്ഥമാണ് അർറദ്ദുൽ വാഫിർ അലാ മൻ സഅമ ബി അന്ന മൻ സമ്മ ബിൻ തൈമിയ്യത ശൈഖുൽ ഇസ്ലാം കാഫിർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇബ്നു നാസറുദ്ദീൻ ദിമസ്ഖിയുടെ കിതാബാണത്. അബ്ദുറഹ്മാൻ സലഫി എടുത്തുകൊണ്ടുവന്നു. അവിടെ 90കളിൽ വാഴക്കാട് ഖണ്ഡന പ്രസംഗം നടത്തുമ്പോ അർറദ്ദുൽ വാഫിർ അലാ മൻ സഅമ ബി അന്ന മൻ സമ്മ ഇബ്നു തൈമിയ്യ ശൈഖുൽ ഇസ്ലാം കാഫിർ എന്നൊരു കിതാബ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ കാഫിർ എന്ന് പറയുന്നവർക്കുള്ള വ്യക്തമായ മറുപടി എന്ന പേരിൽ ഇബ്നു നാസറുദ്ദീൻ ദിമസ്ഖി എഴുതിയ കിതാബ് അബ്ദുറഹ്മാൻ സലഫി അന്ന് എടുത്തുകൊണ്ട് വന്നപ്പോ അതിനെ പരിഹസിച്ച, അതിനെ ആക്ഷേപിച്ച, അതിനെ നിന്ദിച്ച ആളാ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ആ കിതാബ് തന്നെ ഇപ്പോൾ പേരോട് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. മനസ്സിലാക്കണം. ആ കിതാബ് പേരോട് അന്ന് സഹീർ അശ്ശാവീഷ് എന്ന പേര് പറഞ്ഞിട്ട് ആക്ഷേപിച്ച് അദ്ദേഹത്തിന്റെ ഇടപെടലുള്ള കിതാബാണെന്നൊക്കെ പറഞ്ഞ ആള്, പരിഹസിച്ച ആള് പേരോട് ഇന്ന് ഇതാ അതേ കിതാബ് തന്നെ എടുത്തുകൊണ്ടുവന്നിരിക്കുന്നു. 90കളിൽ അതേ വാഴക്കാട് ഖണ്ഡന പ്രസംഗത്തിൽ ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫി കൊണ്ടുവന്ന കിതാബാണ് അദ്ദുററുൽ കാമിന ഫീ അഅയാനിൽ മിഅത്തി ത്സാമിന, മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ കിതാബ്. അതിലാണ് ഇബ്നു തൈമിയ്യയെ കുറിച്ച് വളരെ മനോഹരമായി ധാരാളം വിശദീകരിക്കുന്നത്. അതേ കിതാബ് അദ്ദുററുൽ കാമിന ഫീ അഅയാനിൽ മിഅത്തി ത്സാമിന എന്ന അതേ കിതാബ് പേരോട് കൊണ്ടുവന്നിരിക്കുന്നു. എന്തിന്? ഇബ്നു തൈമിയ്യയെ പുകഴ്ത്താൻ, വെള്ളപൂശാൻ. മനസ്സിലാക്കണം. നമ്മളെ ആക്ഷേപിച്ച ആളുകൾ, സമസ്തയുടെ ആളുകൾ തന്നെ ഇന്ന് ഇതാ ഏറ്റെടുക്കുകയാണ്. എത്രത്തോളം ഇനി അത് പറഞ്ഞാലും തീരൂല. കോഴിക്കോട് നമുക്കറിയാം മർക്കസു സഖാഫത്തി സുന്നിയ, കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ സ്ഥാപനമാണത്. സഖാഫികൾ ഇറങ്ങുന്നത് അവിടുന്നാണ്. ആ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന് പറയുന്ന സ്ഥാപനത്തിന് തറക്കല്ലിട്ട ആളാണ് സയ്യിദ് അലവി അൽ മാലിക്കി. സയ്യിദ് അലവി അൽ മാലിക്കി എന്ന് പറയുന്ന പണ്ഡിതൻ ആ മർക്കസിന് തറക്കല്ലിട്ട ആളാ. അദ്ദേഹത്തിന്റെ കിതാബ് മൻഹജുസ് സലഫ് ഫീ ഫഹ്മിൻ നുസൂസ് ബൈന അൻ-നളറിയ്യത്തി വat-തത്ബീഖ് എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിന്റെ അധ്യായം തന്നെ എന്താണെന്നറിയോ? അൽ ഇഫ്തിറാഉ അല ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഅത്ബാഇഹി വറദ്ദു അലാ തിൽകൽ മുഫ്തറയാത്ത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കുമെതിരെ പറഞ്ഞു പരത്തുന്ന കള്ളക്കഥകൾ അതിനുള്ള മറുപടിയാണ്. ആരാ മറുപടി പറയുന്നത്? മർക്കസിന് തറക്കല്ലിട്ടയാൾ. ആർക്ക്? മുഹമ്മദ് അബ്ദുൽ വഹാബിനല്ല, നേരെ മറിച്ച് മുഹമ്മദ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് അൽ ഇഫ്തിറാഉ അല ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഅത്ബാഇഹി വറദ്ദു അലാ തിൽകൽ മുഫ്തറയാത്ത്. മുഹമ്മദ് അബ്ദുൽ വഹാബിനും അദ്ദേഹത്തിന്റെ അണികൾക്കുമെതിരെ പറഞ്ഞു പരത്തുന്ന കള്ളത്തരങ്ങൾക്ക് മറുപടി. ആരാണ്? മർക്കസിന് തറക്കല്ലിട്ട ആൾ. എവിടെത്തിയത് ആലോചിച്ച് നോക്കൂ. എന്ന് മാത്രമല്ല, അപ്പുറത്തൊരാളുണ്ട്, ഫൈസാബാദ് ഫൈസിമാർ ഇറങ്ങുന്ന സ്ഥാപനം പട്ടിക്കാട്. ആ പട്ടിക്കാട് ഫൈസാബാദിൽ നിന്ന് ഒരു കിതാബ് അവിടുത്തെ ഉസ്താദ് ഇറക്കിയിരിക്കുന്നു. അബൂ സുഹൈൽ അൻവർ അബ്ദുറഹ്മാൻ അൽ ഫദ്ഫരി. ആരാണ്? ഫൈസിമാരുടെ ഉസ്താദ്. ആ ഫൈസിമാരുടെ ഉസ്താദ് എഴുതിയിരുന്ന കിതാബു തൗഹീദ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബു തൗഹീദിലെ വരികള് അതിനെ പാട്ടാക്കി, പദ്യമാക്കി ഒരു കിതാബ് തന്നെ രചിച്ച് സമൂഹത്തിന് സമർപ്പിക്കുകയാണ്. മനസ്സിലാക്കണം. എന്തായാലും പറയുന്നത് ആ കിതാബു തൗഹീദ് എഴുതുമ്പോ അത് പദ്യത്തിലേക്ക് മാറ്റുമ്പോ നമ്മുടെ ഈ പട്ടിക്കാട് ഫൈസിമാരുടെ ഉസ്താദ് എഴുതുകയാണെന്ത്? നദ്മിൽ കിതാബിൽ ഫദ ഫി തൗഹീദി مؤلف الشيخ الإمام الباسلي مجدد البارى وفير النائلي محمد يسهل المعراما حفظا وإتقانا لمن قد راما تناول الكتاب والمسائل وكل ما احتواه من دلائل بأسهل التعبير والإيجاز وأجمل الأسلوب بالإنجاز تقبل الله الكريم وجعل في سابق الخيرات من حسن العمل.
ആരായി പാടുന്നത്? നമ്മുടെ നാട്ടിലെ ഫൈസിമാരുടെ ഉസ്താദായ ഫദ്ഫരി ഉസ്താദ് പറയാണ്, അതേ തൗഹീദ് എന്ന് പറയുന്ന മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ്, ആ കിതാബിന്റെ നളുമിതാ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഇത് എഴുതിയ ആള് ധീരനായ മുഅല്ലഫി ശൈഖുൽ ഇമാമിൽ ബാസിലി മുജദ്ദിദിൽ വറാ വഫീരിന്നായിലി, നവോത്ഥാന നായകനായ അതുപോലെ ധൈര്യശാലിയായ ഇമാമായ ശൈഖ്. ഏത് ശൈഖ്? മുഹമ്മദിൻ യൂസഹിലുൽ മാറാമ ഹിഫ്സൻ വ ഇത്ഖാനൻ ലിമൻ ഖദ് റാമ. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മഹാൻ എഴുതിയ കിതാബാണിത്. ഇത് ആളുകൾക്ക് അതേ ഇത്ഖാൻ ഉണ്ടാക്കാൻ, ഉറപ്പുണ്ടാക്കാൻ, ഹിഫ്സാക്കാൻ, സംശയമുള്ളവർക്ക് നിവാരണം വരുത്താനുള്ള ഗ്രന്ഥമാണ്. തരാബലൽ കിതാബ വൽ മാസഇല വകുല്ല മഹ്തബാഹു മിൻ ദലായില. ഈ കിതാബ്, ഇതിന്റെ പ്രത്യേകത എല്ലാ മസ്അലകളും പറയുമ്പോ വെറുതെ പറഞ്ഞു പോവുകയല്ല, തെളിവുകൾ നിരത്തിയാണ് പറയുന്നത്. മാത്രമല്ല നല്ല മനോഹരമായിട്ടാണ് ഈ കിതാബിൽ വിവരം തരുന്നത്. തഖബ്ബലല്ലാഹുൽ കരീമു വജഅൽ ഫീ സാബിഖിൽ ഖൈറാത്തി മിൻ ഹുസ്നിൻ അമൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല, കരീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് സ്വീകരിക്കട്ടെ. അത് സ്വാലിഹായ ഖൈറാത്തുകളിൽ അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല കർമ്മമായി അല്ലാഹു കബൂലാക്കട്ടെ. ആരാ പാടുന്നത്? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ്. കിതാബ് തൗഹീദിന് 10 രൂപ ഉണ്ടാക്കിയിട്ട് ഫൈസിമാരുടെ ഉസ്താദ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഏറ്റവും അധികം അഭിമാനിക്കേണ്ട കാലത്താണ് ജീവിക്കുന്നത്. സലഫികൾ, കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ആളുകൾ ഏറ്റവും അധികം അഭിമാനിക്കേണ്ട കാലത്താ. കാര്യം എന്ന് വെച്ചാൽ ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫിയോട് ഗണന പ്രസംഗം നടത്തി. ഏതൊരു വിഷയത്തിലാണോ പേര് അബ്ദുറഹ്മാൻ സഖാഫി എതിരായി വന്നത്, ഇന്ന് അതേ കിതാബ് അബ്ദുറഹ്മാൻ സലഫി ഉയർത്തിപ്പിടിച്ച അബ്ദുൽ വാഫിറും